സോ നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മീൻസ് നമ്മളുടെ മെയിൻ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ബഫർ സ്പേസിലോട്ട് നമുക്ക് ഇൻപുട്ട് ഡിവൈസിൽ നിന്നുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ് റൊട്ടീൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതായിരിക്കും ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, സബ് റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ് ഫംഗ്ഷൻ, സാധാരണ നമ്മൾ വളരെ ലെങ്തി ആയിട്ടുള്ള സെഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ലേ, അതേ സെയിം മീനിങ് തന്നെയുള്ളൂ സബ് റൊട്ടീൻ്റെ കേസിൽ. അപ്പോൾ സബ് റൊട്ടീൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ജെ സബ് കൊടുക്കണം, അതായത് ജെം ടു സബ് റൊട്ടീൻ. ഇതിനുശേഷം സബ് റൊട്ടീൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇവിടുത്തെ സബ് റൊട്ടീൻ്റെ പേരെന്താണ്, റീഡ് എന്നാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുന്ന സമയത്ത് റൈറ്റ് റെക്കെന്നോ അല്ലെങ്കിൽ റീഡ് റെക്കെന്നോ RDREC എന്നോ WRREC എന്നോ അങ്ങനെയൊക്കെ കാണാം. അത് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് റീഡ് എന്നോ RDREC എന്നോ അല്ലെങ്കിൽ റീഡ് റെക്കെന്നോ RDREC എന്നോ അങ്ങനെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇത് ചുമ്മാതെ നമുക്ക് കാണാനായിട്ട് എളുപ്പം. നിങ്ങൾക്ക് വേണേൽ ABC എന്നോ XYZ എന്നോ ഇഷ്ടമുള്ള പേര് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് ഒരു ലേബൽ മാത്രമേ ഉള്ളൂ, അതിന് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു സിമ്പിളി നമ്മൾ സബ് റൊട്ടീന് ഒരു പേര് കൊടുക്കുക. നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോഴേക്കും ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കില്ലേ, ആ ഒരു മീനിങ് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ സബ് റൊട്ടീനിലോട്ട് ജമ്പ് ചെയ്യാൻ പറയുവാണ്. എന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, സബ് റൊട്ടീൻ അങ്ങ് എഴുതി കൊടുക്കുക. സബ് റൊട്ടീൻ ഇവിടുത്തെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിൽ 100 bytes of record into buffer from an input device using subroutine. Program to read 100 byte records into buffer from an input device using subroutine. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് എടുത്തിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻപുട്ട് ഡിവൈസിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, എടുത്തിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രം ആൻ ഇൻപുട്ട് ഡിവൈസ് യൂസിങ് subroutine. ഓക്കെ, സോ പ്രോഗ്രാം ഈസ് ടു റീഡ് 100 byte record into buffer. നമ്മുടെ ബഫറിലോട്ട് നമ്മൾ, അതായത് നമ്മുടെ അക്യുമുലേറ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ഒരു ബഫർ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു എന്താ പറയുക, ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക. ആ അറേക്കകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്ത് വെക്കണം ഡേറ്റയെ. അത് കിട്ടുന്ന ഇവിടെ നിന്നായിരിക്കും, നമ്മുടെ ഇൻപുട്ട് ഡിവൈസിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സബ് റൊട്ടീൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതൊരു അറേ ആണെന്ന് പറഞ്ഞു. ആ അറേയുടെ പേര് ഇവിടെ നമ്മൾ ബഫർ എന്നല്ലേ എഴുതിയേക്കുന്നത്, ആ ബഫർ നമ്മുടെ അറേ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നോക്ക് ഇവിടെ നമ്മളതിൽ ഈ ഒരു ബഫറിന് അല്ലെങ്കിൽ ഈ ഒരു അറേക്ക് അവർ കൊടുത്തേക്കുന്ന പേര് റെക്കോർഡ് എന്നാണ്. എന്താണ് ഈ ഒരു അറേയുടെ പേരെന്താണ്, റെക്കോർഡ് എന്നാണ്. സോ ഈ ഒരു അറേയിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസിൽ നമ്മൾ വർക്ക് ഓൺ ചെയ്യാൻ പോകുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ അറേക്ക് എന്ത് വേണം, ഒരു ഇൻഡെക്സ് വേണം. ആ ഇൻഡെക്സിൻ്റെ വാല്യൂ എപ്പോഴും എന്തുമായിരിക്കണം, 0 വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, 0 എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കണ്ടൻറ്റ് ന്യൂമറിക്കൽ 0 ആക്കി കൊടുത്തു. എന്നിട്ട് ഇതിനൊരു എൻഡ് വാല്യൂ വേണം. സോ നമ്മൾ പറഞ്ഞേക്കുന്നത് എത്രയാണ്, നമ്മുടെ ബഫർ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അല്ലെങ്കിൽ റെക്കോർഡിൻ്റെ സൈസ് എത്രയാണ്, 100 bytes എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനെ ഞാൻ K100 എന്ന് വിളിച്ചു. ഇഷ്ടമുള്ള പേര് കൊടുക്കാമേ, എൻഡ് എന്നോ അല്ലെങ്കിൽ എൻ്റെന്ന് കൊടുത്തുകൂടാ, ഒരു ഡയറക്റ്റീവ് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു സിമ്പിൾ നെയിം കൊടുക്കുക. ഒരു എന്താ പറയുന്നത്, സ്റ്റോപ്പിംഗ് കണ്ടീഷനോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സിനോ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, സോ K100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അറേയുടെ ഇൻഡെക്സിനെ അല്ലെങ്കിൽ എൻഡിങ് ഇൻഡെക്സിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വേരിയബിളാണ്. സോ അതിൻ്റെ സൈസ് നമ്മൾ എത്രയാണ് കൊടുത്തേക്കുന്നത്, 100 ആണ്. ബിക്കോസ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 bytes എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇൻഡെക്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേരിയബിളാണ് 0യും K100. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ സബ് റൊട്ടീനിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അറേയുടെ ഇൻഡെക്സ് സെറ്റ് ചെയ്തു വിത്ത് ദ വാല്യൂ 0 ആണല്ലോ. ഇവിടുത്തെ അറേയുടെ പേരെന്താണ്, റെക്കോർഡ് എന്നാണ് അറേയുടെ പേര്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ അറേ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിവൈസ് ചെക്ക് ചെയ്യണം. സോ നമ്മുടെ ഇൻപുട്ട് ഡിവൈസിൻ്റെ പേരാണ് F1 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ഡിവൈസിന് ഒരു പേരിട്ട് കൊടുത്തു, ദാറ്റ് ഈസ് INDV. ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ്. അതിനെന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിവൈസിനെ എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന, ഡിവൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഒരു ഹെക്സാഡെസിമൽ വാല്യൂ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ഡിവൈസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിനൊരു യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, എപ്പോഴും ഹെക്സാഡെസിമൽ വാല്യൂസിനെയും ക്യാരക്ടേഴ്സിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവാണ് എന്ത്, ബൈറ്റ് എന്ന് പറയുന്നത്. എന്താണ്, ബൈറ്റ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ബൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആയതുകൊണ്ട് എന്ത് കൊടുത്തു, X കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടുത്തെ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, F1 ആണ്. സോ നമ്മുടെ ഡിവൈസിൻ്റെ പേരെന്താണ്, F1 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, F1 എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഇൻപുട്ട് ഡിവൈസ് ബൈറ്റ് F1 എന്ന് പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻപുട്ട് ഡിവൈസിൻ്റെ ഹെക്സാഡെസിമൽ നെയിമാണ് എന്തെന്ന് പറയുന്നത്, F1 എന്ന് പറയുന്നത്. അതവിടെ ഇൻഡിക്കേറ്റഡ് ആയി, കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിവൈസിനെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെക്ക് ചെയ്യണം വെദർ ഇറ്റ് ഈസ് റെഡി ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത് ഡയറക്റ്റീവ്, TD, ടെസ്റ്റ് ഡിവൈസ് ചെയ്യും. എന്തിനാണ് ടെസ്റ്റ് ഡിവൈസ് ചെയ്യുന്നത്, ഇൻപുട്ട് ഡിവൈസിനെ നമ്മൾ ചെക്ക് ചെയ്യും. ഇൻപുട്ട് ഡിവൈസിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വെദർ ഇറ്റ് ഈസ് ഈക്വൽ ആണെങ്കിൽ നമ്മളുടെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഡിവൈസ് ഈസ് നോട്ട് റെഡി ഫോർ കമ്മ്യൂണിക്കേഷൻ. സോ
ജമ്പ് ഓൺ ഈക്വൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈക്വൽ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? വി ഹാവ് ടു കണ്ടിന്യൂസ്ലി മോണിറ്റർ ദ ഡിവൈസ് അണ്ടിൽ ഇറ്റ് ഈസ് ബിക്കം അവൈലബിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ലൂപ്പ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് ഈ ഒരു ജമ്പ് ഇഫ് ഈക്വൽ എന്ന് പറയുന്ന കണ്ടീഷൻ റോങ് ആവുന്നത് വരെ അല്ലേ. എപ്പോഴാണ് ഈ കണ്ടീഷൻ റോങ് ആവുന്നത്? അത് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ആവുന്ന കേസിൽ. അപ്പോൾ എപ്പോഴാണോ വാല്യൂ ലെസ് ദാൻ ആവുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിവൈസ് ഈസ് റെഡി ഫോർ കമ്മ്യൂണിക്കേഷൻ, ദെൻ വി ക്യാൻ റീഡ് ദ ഡേറ്റ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ് അല്ലേ. സോ നമ്മുടെ ഡിവൈസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. സോ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ആക്സസ് ഓർ റീഡ് ദ ഡേറ്റ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ് ആണല്ലോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തെടുത്തിരിക്കുന്ന വാല്യൂ നമുക്ക് വെച്ചിരിക്കാൻ പറ്റുമോ? അക്യുമുലേറ്ററിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. എങ്ങോട്ടേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്? നമ്മുടെ ബഫറിലേക്ക് സ്റ്റോർ ചെയ്യണം. ഇവിടുത്തെ ബഫറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡ് എന്നാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. സോ റെക്കോർഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. സോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? STCH. സോ അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ അറേയിൽ ആദ്യത്തെ വാല്യൂയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോർ ചെയ്തു. സോ ഫസ്റ്റ് റീഡ് ചെയ്ത ക്യാരക്ടറിനെ നമ്മളിപ്പോൾ എവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു? നമ്മളുടെ ബഫറിലേക്ക്. സോ നമ്മളുടെ ബഫറിൻ്റെ പേരെന്തായിരുന്നു? റെക്കോർഡ് എന്നാണ്. റെക്കോർഡ് ഓഫ് 0യിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ഫസ്റ്റ് ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തു ആണല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്ത ലൊക്കേഷനിലേക്ക് അടുത്ത കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യണം. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആരെ അപ്ഡേറ്റ് ചെയ്യണം? ഇൻഡെക്സിനെ അപ്ഡേറ്റ് ചെയ്യണം. ഇതൊരു ക്യാരക്ടർ വാല്യൂ ആയതുകൊണ്ട് ഇൻഡെക്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? +1 വെച്ചിട്ടായിരിക്കും അപ്ഡേറ്റ് ആവുന്നത്. സോ നമുക്ക് ആരെ സേഫായിട്ട് യൂസ് ചെയ്യാം? TIXനെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് TIXൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് ആൻഡ് ഇൻക്രിമെൻറ്റ് അല്ലേ. ഇൻഡെക്സ് രജിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്ത് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇൻക്രിമെൻറ്റ് ചെയ്യും. എക്സിൻ്റെ വാല്യൂ +1 ആവും. സോ 0 + 1 1 ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. എന്തുമായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു K100 എന്നുള്ള മാക്സിമം ലിമിറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നോക്കും. ഈ കണ്ടീഷൻ ലെസ് ദാൻ ആണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് മീൻ? നമ്മൾ എന്താണ്? അറേയുടെ അവസാനം എത്തിയിട്ടില്ല. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഈ ഒരു ലൂപ്പിലേക്ക് പോകാം. ആ ലൂപ്പിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈസിനെ ചെക്ക് ചെയ്യണം. ഡിവൈസ് റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈസിനകത്തു നിന്നുള്ളൊരു ഡേറ്റയെ റീഡ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവരും? അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരും. ആ അക്യുമുലേറ്ററിലേക്ക് ഇട്ടിരിക്കുന്ന വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റെക്കോർഡിലേക്ക്, നമ്മുടെ ബഫറിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബഫറിൻ്റെ ഇൻഡെക്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ആ ഇൻഡെക്സ് വിത്തിൻ ലിമിറ്റ് ആണോ എന്ന് നോക്കും. അതായത് 100 ബൈറ്റ്സിനെ നമുക്ക് റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. ആ 100 ബൈറ്റ്സ് ആയോ എന്ന് ചെക്ക് ചെയ്യും. ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? സെയിം പ്രോസസ്സ് ഡിവൈസിനെ ചെക്ക് ചെയ്ത് റീഡ് ചെയ്ത് ബഫറിലേക്ക് റൈറ്റ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സബ് റൂട്ടീൻ എൻഡ് ആവുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് R_sub കൊടുക്കുക. എപ്പോഴാണ് സബ് റൂട്ടീൻ നമ്മൾ എൻഡ് ആവുന്നത്? എപ്പോഴാണോ നമ്മളുടെ ബഫറിൻ്റെ സൈസ് തീരുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സബ് റൂട്ടീനിൽ നിന്ന് പുറത്ത് വരാം. സോ റിട്ടേൺ ഫ്രം സബ് റൂട്ടീൻ R_sub അല്ലേ. സോ റിട്ടേൺ ഫ്രം സബ് റൂട്ടീൻ. ഓക്കെ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പിലോട്ട് പോകത്തില്ല. വി വിൽ റിട്ടേൺ ഫ്രം ദ സബ് റൂട്ടീൻ. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് റൂട്ടീനിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? JSub കൊടുക്കണം. അതേപോലെ നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം? R_sub കൊടുക്കണം. റിട്ടേൺ ഫ്രം സബ് റൂട്ടീൻ. ഓക്കെ. സോ അപ്പോൾ ഈ ഒരു കോഡാണ് നമ്മൾ ശരിക്കും പഠിച്ചു വെച്ചിരിക്കേണ്ടത്. ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? SIGBAR_XCയിൽ ചെയ്യാം. SIGBAR_XCയിൽ ചെയ്യുമ്പോഴേക്കും വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സോ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻഡെക്സ് വാല്യൂസ് ഒക്കെ നമുക്ക് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അവിടെ നമ്മൾ സെപ്പറേറ്റ് ലേബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സെയിം പോലെ തന്നെ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി ഒരു സബ് റൂട്ടീൻ അല്ലെങ്കിൽ നമ്മൾ സബ് റൂട്ടീൻ ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ സബ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. സോ അവിടെ നമ്മൾ റീഡ് ഓപ്പറേഷനാണ് ചെയ്യുന്നത് ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ് F1 അല്ലേ. സോ നമുക്കവിടെ നമുക്ക് എന്ത് വേണം? ഒരു ഇൻപുട്ട് ഡിവൈസ് വേണം. സോ അതിനെ നമ്മൾ INDEV എന്ന് വിളിച്ചു. അതിൽ നമ്മൾ ഇൻപുട്ട് ഡിവൈസിൻ്റെ ലേബൽ അല്ലെങ്കിൽ അവൻ്റെ നമ്പർ തന്നിരിക്കുന്നത് എന്താണ്? F1 ആയിട്ടാണ്. ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. സോ നമ്മൾ ബൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഹെക്സാഡെസിമൽ വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്തു. സോ നമ്മുടെ ഈസ് ഓഫ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡിവൈസിന് ഒരു പേര് കൊടുത്തു. ഇൻപുട്ട് ഡിവൈസിന് INDEV. അതാണ് നമ്മൾ ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ കയ്യിലൊരു ബഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു അറേ ഉണ്ട്. സോ അതാണ് നമ്മൾ ഇൻറ്റേർണലി നമ്മുടെ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ വിളിച്ച പേരെന്താണ്? റെക്കോർഡ് എന്ന് വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് വിളിക്കാം. അതൊരു ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ഇത് റിസർവ് ബൈറ്റ് ആണ്. സോ അതിനകത്ത് മാക്സിമം 100 ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ സൈസ് നമ്മൾ 100 ആക്കി കൊടുത്തു. ഓക്കെ. അപ്പോൾ നമ്മുടെ സബ് റൂട്ടീൻ്റെ പേര് റീഡ് ആയതുകൊണ്ട് നമ്മൾ വിത്തിൻ ദാറ്റ് റീഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇൻഡെക്സ് രജിസ്റ്റർ. ആദ്യം നമുക്കറിയാമല്ലോ ഒരു അറേ വരുന്നെങ്കിൽ അതിന് എന്ത് കാണും? ഉറപ്പായിട്ടും ഇൻഡെക്സ് കാണും. ഇൻഡെക്സിൻ്റെ ബിഗിനിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇൻഡെക്സിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ആണ്. സോ ഇൻഡെക്സിൻ്റെ വാല്യൂ നമ്മൾ 0 മുതൽ 99 വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.
സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു ബഫറിലേക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിവൈസിൽ നിന്ന് ഡേറ്റ നമ്മൾ റീഡ് ചെയ്യണം ആണല്ലോ. സോ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഡിവൈസിനെ ചെക്ക് ചെയ്യണം വെദർ ദ ഡിവൈസ് ഈസ് റെഡി ഫോർ കമ്മ്യൂണിക്കേഷൻ. സോ TD ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിവൈസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇവിടെ വർക്ക് ഓൺ ചെയ്തത് ഇൻപുട്ട് ഡിവൈസിലാണ്. അവിടെ നമ്മൾ ജംപ് ഇഫ് ഈക്വൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഈസ് നോട്ട് റെഡി. ഡിവൈസ് നോട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈസ് റെഡി ആവുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. വി ഹാവ് ടു കണ്ടിന്യൂസ്ലി മോണിറ്റർ ഓർ ചെക്ക് ദ ഡിവൈസ് വെൻ ഇറ്റ് വിൽ ബിക്കം റെഡി ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലേ. എന്നിട്ട് വൺസ് നമ്മൾ ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന എപ്പോഴായിരിക്കും, വെൻ ഈക്വൽ വാല്യൂ ഈക്വൽ അല്ലാവുന്ന സമയത്ത്, ദാറ്റ് ഈസ് ലെസ് ദാൻ ഒരു ഗ്രേറ്റർ ദാനോ ആവുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, വി വോണ്ട് ടു റീഡ് ദ ഡേറ്റ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, സോ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് RD. RD എന്ന് പറഞ്ഞാൽ എന്താണ്, റീഡ് ഫ്രം ദ ഡിവൈസ്. ഓക്കെ, എന്നിട്ട് ആ റീഡ് ചെയ്ത വാല്യൂ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, അക്യുമുലേറ്ററിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ അക്യുമുലേറ്റർ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. എങ്ങോട്ടേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്, റെക്കോർഡിലേക്ക്, നമ്മളുടെ അറയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇനി റീഡ് ചെയ്തു, സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, അടുത്ത പൊസിഷനിലേക്കുള്ള വാല്യൂവിനെ സെറ്റ് ചെയ്യണം അല്ലേ. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ എക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് വാല്യൂ എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യണം. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ പോലെ തന്നെ സിക്കിലെ പോലെ തന്നെ TIX യൂസ് ചെയ്യാം. ഇവിടെ രജിസ്റ്റർ ബേസിസിലുള്ള ഓപ്പറേഷൻസ് ആണ് നടത്താൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, TIX 6 കൊടുത്തു. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് T എന്നുള്ള രജിസ്റ്റർ ആയതുകൊണ്ടാണ് ഇവിടെ 6 വന്നിരിക്കുന്നത് അല്ലേ. സോ TIX 6 രജിസ്റ്റർ ബേസ് ഓപ്പറേഷനാണ്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് എന്താണ്, T എന്നുള്ള രജിസ്റ്റർ. ഓക്കെ, സിക്കിനകത്തുള്ള SIGBAR-XE T എന്നുള്ള രജിസ്റ്ററിലാണ് നമ്മൾ നമ്മളുടെ അറയുടെ മാക്സിമം ഇൻഡെക്സ് ദാറ്റ് ഇസ് 100 എന്നുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 0യിൽ നിന്ന് മാറി 1 ആയി മാറും. ആ 1 ഈക്വൽ ടു ലെസ് ദാൻ ഒരു ഈക്വൽ ടു 100 ആണെന്ന് ചെക്ക് ചെയ്യണം അല്ലേ. സോ ഈ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, T-ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ട് ലെസ് ദാൻ ആണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ, വി ആർ വിത്തിൻ ദിസ് 100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോകണം. ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ഡേറ്റ വേണം, ബഫറിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡേറ്റ എവിടെ നിന്ന് കിട്ടുന്നത്, ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ് കിട്ടുന്നത്. സോ ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് നോക്കുക. വൺസ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിവൈസിൽ നിന്ന് നമ്മൾ ഡേറ്റയെ റീഡ് ചെയ്യും. റീഡ് ചെയ്യുന്ന ഡേറ്റ പോകുന്ന എങ്ങോട്ടേക്കായിരിക്കും, അക്യുമുലേറ്ററിലേക്കായിരിക്കും. ആ അക്യുമുലേറ്റർ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബഫറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ് എന്നുള്ള രജിസ്റ്ററിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം അണ്ടിൽ വി ബിക്കം വാട്ട്, നമ്മളുടെ അറയുടെ ലിമിറ്റ് എത്തുന്നത് വരെ, അതായത് 100 ആവുന്നത് വരെ. ഓക്കെ, സോ വൺസ് ഓൾ ദീസ് ഓപ്പറേഷൻസ് ആർ ഫിനിഷ്ഡ് വി ഹാവ് ടു എക്സിറ്റ് ഫ്രം ദ സബ് റൊട്ടീൻ. അടുത്ത സബ് റൊട്ടീൻ്റെ പേരെന്താണ്, RSub എന്നാണ്. സോ റിട്ടേൺ ഫ്രം ദ സബ് റൊട്ടീൻ. സോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ജംപ് സബ് റൊട്ടീനും എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ ഫ്രം ദ സബ് റൊട്ടീനും RSubഉം യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സിക്കിലുള്ള കോഡ് പഠിക്കുവാണെങ്കിൽ SIGBAR-XE കോഡ് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ.